ചിലരുണ്ട് അർഹതയില്ലാത്ത എന്തേലും കിട്ടിയാൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാകാതെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും. നാട്ടുകാർക്കൊട്ട് ഉപകാരവും ഉണ്ടാവില്ല, എന്നാൽ തള്ളിനൊട്ട് പഞ്ഞവുമില്ല എന്ന അവസ്ഥ. പറഞ്ഞു വരുന്നത് അഖിൽ മാരരെ കുറിച്ചാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ താരമാണ് അഖിൽ. ഷോക്ക് ശേഷം സാമ്പത്തികമായി വലിയ ഉയർച്ചയാണ് അഖിലിന് ഉണ്ടായത്. ആഡംബര വാഹനങ്ങളും ഫ്ളാറ്റുമെല്ലാം അഖിൽ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ തനിക്ക് ലഭിക്കുന്ന വരുമാനത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഖിൽ. കഴിഞ്ഞ ദിവസം അഖിൽ ലക്ഷങ്ങൾ വിലയുള്ള ഒരു ആഡംബര ബൈക്ക് സ്വന്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ താരത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു. പിന്നാലെയാണ് അഖിലിന്റെ പ്രതികരണം. അഖിലിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. പുള്ളിക്കാരന്റെ വരുമാനത്തിലാണത്രേ എല്ലാവർക്കും വേവലാതി. കൃത്യമായി GST ഉൾപ്പെടെ അടച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് താനെന്നും, മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സ് ആയത് 11 ലക്ഷം രൂപയാണെന്നും, ബൈക്കിന്റെ ടാക്സ് 2.63 ലക്ഷം രൂപയാണെന്നും, ഇതെല്ലാം സർക്കാർ ഖജനാവിലാണ് വന്നതെന്ന് പോലും പലർക്കും അറിയില്ലെന്നും അഖിൽ പറയുന്നു. മറ്റൊരു കാര്യം, പുള്ളി പങ്കെടുത്ത പരിപാടികളൊക്കെ പെയ്ഡ് ആണത്രേ. പരിപാടികൾ മാത്രമല്ല, ഇന്റർവ്യൂസും പെയ്ഡ് എന്നാണെന്നാണ് പുള്ളി പറയുന്നത്. അതിന്റെ ഇൻവോയ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം. എന്തിനെന്ന് ചോദിക്കരുത്, ഞാൻ അയച്ചു തരൂ. 2 ദിവസം മുമ്പ് ഷെയർ മാർക്കറ്റിൽ നിന്നും ഒരു 15,000 രൂപ പ്രോഫിറ്റ് ലഭിച്ചതിന്റെ കൂടി സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ടത്രേ. എന്തിന്റെ കുഞ്ഞാണോ എന്തോ. പിന്നെ വിദേശത്ത് നിന്ന് ലഭിക്കുന്നത് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ GCC രാജ്യത്തും ഞാൻ പോകുന്നത് കൃത്യമായി ശമ്പളം വാങ്ങി തന്നെയാണെന്നും പുള്ളി പറയുന്നുണ്ട്. ദുബായിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും 15,000 ദിർഹം ശമ്പളം അടുത്തിടെ വരെ ലഭിച്ചിരുന്നു. ഞാനൊരു സിനിമയിലും പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു കേട്ടോ. 1-ലധികം സിനിമകൾക്ക് അഡ്വാൻസും ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാഹേ, ഞാനൊരു സംഭവം തീർന്നില്ല. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട്. നാളിതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല. എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രൊഡക്റ്റ് പോലും പരസ്യം ചെയ്തിട്ടുമില്ല. അത് ധ്യാൻ ശ്രീനിവാസനിട്ടൊന്ന് കൊട്ടിയതല്ലേ എന്നൊരു സംശയം. ഇനി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം, ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതിലെന്നും, അതിലെല്ലാം താനും ഈശ്വരനും മാത്രമാണ് ആൾക്കാരെന്നും അഖിൽ പറയുന്നുണ്ട്. അത് എടുത്തു വിളിച്ച് റീച്ച് കൂട്ടി നന്മമരം കളിച്ചാൽ കേരളത്തിലെ നന്മമരം ഫ്രോഡുകളും താനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് അഖിൽ ചോദിക്കുന്നത്. സത്യമല്ലേ? എന്നാൽ പിന്നെ ആരും അറിയാതെ വയനാട്ടിലേക്ക് സംഭാവന കൊടുത്താൽ പോരായിരുന്നു? അങ്ങനെ ചോദിക്കരുത്. തീർന്നില്ല. വയനാട്ടിലെ വീടിന്റെ കാര്യം ചിലർ പറയുന്നത് കേട്ടെന്നും അത് ചോദിക്കേണ്ടത് പിണറായി വിജയനോടാണെന്നുമാണ് അഖിലിന്റെ പക്ഷം. നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിച്ച 750 കോടി എന്ത് ചെയ്തെന്ന് പുള്ളിക്ക് അറിയണമത്രേ. ഏകദേശം 400 കുടുംബങ്ങൾക്ക് ഈ തുകയിൽ നിന്നും 50 ലക്ഷം രൂപ വെച്ച് കൊടുത്താലും ബാക്കി 550 കോടി സർക്കാരിന് കിട്ടും. അതിനു പുറമെ 1500 വീടുകളുടെ ഓഫർ സർക്കാരിന് വന്നിട്ടുമുണ്ട്. അഖിൽമാരാർ മാത്രമല്ല, സർക്കാരിനെ എതിർക്കുന്ന ആരുടെയും ഓഫർ അവർക്ക് വേണ്ട. വലിഞ്ഞു കയറി ചെന്ന് വീട് വെച്ച് കൊടുക്കാൻ ആർക്കും കഴിയില്ല. സർക്കാർ അനുമതി വേണം. അവർ നമ്മുടെ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാവണമെന്നുമാണ് അഖിൽ പറയുന്നത്. മിക്കവാറും അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന ചൊല്ല് അഖിൽ മാരരെ കുറിച്ച് ആവാനാണ് സാധ്യത.